ഹേ ഗായ്സ്, നമ്മളെ കണ്ണൂർ ജില്ലക്കാർക്ക് കണ്ണൂർ ജില്ല എന്ന് തന്നെ മറ്റുള്ളവർ കേൾക്കുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലൊരു അമ്പലമാണ് നമ്മളെ ശ്രീ പറശ്ശിനിക്കടവ് മുത്തപ്പ ക്ഷേത്രം. നമ്മളെ കണ്ണൂർ ജില്ലയിൽ നല്ല പറശ്ശിനിക്കടവ് മാത്രമല്ല, മുത്തപ്പൻ്റെ ആരുടെ സ്ഥാനം അല്ലെങ്കിൽ ക്ഷേത്രം എന്ന് പറയാനല്ലേ മെയിനായിട്ട് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ക്ഷേത്രം മാത്രമല്ല, നമ്മളെ പുരളിമല ശ്രീ മുത്തപ്പ മടപ്പുര, പിന്നെ കുന്നത്തൂർപ്പാടി വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഉത്സവമുള്ളൂ. പിന്നെ എപ്പോഴും അന്നദാനവും എപ്പോഴും പൂജയും കാര്യമുള്ളൊരു അമ്പലമാണ് ശ്രീ പുരളിമല ശ്രീ മുത്തപ്പൻ ക്ഷേത്രം. നിലവിൽ ഞാൻ ഇന്ന് ഇവിടെയാണ് ഉള്ളത്. നിലവിൽ ഇപ്പോഴും രാവിലെ മുത്തപ്പനുണ്ട്. പുരളിമല എന്നൊരു ഈ ഒരു ക്ഷേത്രം ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം മടപ്പരയിൽ പോയി കഴിഞ്ഞാൽ മുത്തപ്പൻ ഒരുപാട് ഉള്ളറിഞ്ഞ കാര്യങ്ങൾ പറയും. അന്നേരം ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ദൈവക്കോലങ്ങൾ എന്താ പറയുക, കാലത്തിനനുസരിച്ച് മാറുന്ന ദൈവക്കോലങ്ങളുണ്ട്. പക്ഷേ മുത്തപ്പൻ എന്നുള്ളത് എപ്പോഴും എന്താ പറയുക, നമ്മൾ ഉള്ളറിഞ്ഞ് പ്രവചനങ്ങൾ പറയുന്നൊരു വ്യക്തിയല്ല, ഒരു ആൾരൂപമാണ്. അന്നേരം ഈ പുരളിമലയിലെ പ്രത്യേകിച്ച് പുരളിമല ഒരു പടിയിൽ മുകളിൽ നിൽക്കും. പറശ്ശിനിക്കടവിനെക്കാട്ട് കൂടുതൽ നിൽക്കും. ഞാൻ പറശ്ശിനിക്കടവിൽ പോയൊരു വ്യക്തിയാണ്, ഞാൻ കണ്ണൂരുള്ളൊരു വ്യക്തിയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ നേരം ഉള്ളു തൊട്ട് പറഞ്ഞൊരു ദൈവവിടുത്തെ മുത്തപ്പന് വെള്ളാട്ടോ. ഉള്ളു തൊട്ട് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് കണ്ണെന്നൊരുറ്റ് വെള്ളം വെത്തിക്കാണ്ട് ഇടുന്നാലും പോയിട്ടുമില്ല.